ഈ മാധ്യമ പ്രവർത്തകരും ശാസ്ത്രജ്ഞരുമൊക്കെ ഇപ്പോൾ വിശകലനം ചെയ്യുകയാണല്ലോ വയനാട്ടിലെ പ്രകൃതി ദുരന്തം. ഇത്രയും പേര് മരിച്ച ഈ ഒരു ദാരുണമായ സംഭവത്തിൽ അപ്പം ചില ചോദ്യങ്ങൾ ഞാനൊരു എളിയ മാധ്യമ പ്രവർത്തകരായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ മുണ്ടക്കൈ, ഈ പറയുന്ന ചൂരൽമല, ഈ മേഖലയിൽ ക്വാറികളോ കരിങ്കൽ ക്വാറികളോ ഒന്നും പ്രവർത്തിക്കുന്നില്ല. എന്നിട്ട് അവിടെ ഉരുൾപൊട്ടി. അപ്പം ക്വാറികൾ മലമേഖലകളിൽ മലനിരകളിലൊക്കെ വന്നതുകൊണ്ടാണ് ഇവിടെ ഉരുൾപൊട്ടുന്നത്, മറ്റേ മറിച്ച് എന്ന് കുറേ വാദങ്ങളുണ്ടല്ലോ. ഞങ്ങൾ ക്വാറി മാഫിയയ്ക്കൊന്നും അനുകൂലമൊന്നുമല്ല. പക്ഷെ സത്യമായിട്ട് നമ്മൾ സംവദിക്കണം ഈ ഒരു അവസരത്തിൽ. ഈ ഉരുൾപൊട്ടിയ ഈ മേഖലയിൽ, ഈ വെള്ളാർമലയിലോ ഈ പറയുന്ന മുണ്ടക്കൈയിലോ ചൂരൽമലയിലോ അവിടെ ഒരു ക്വാറികളുമില്ല, ഒരു കരിങ്കൽ ക്വാറികളുമില്ല. വനത്തിൽ നിന്ന് ഉരുൾപൊട്ടിയിട്ട് വെള്ളം കുത്തിയൊലിച്ച് വരികയാണ്. അതിന് ആരാ ഉത്തരവാദികൾ? പിണറായി വിജയന്റെ സർക്കാരോ? പോട്ടെ, അവിടെ ഒരു ക്വാറി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ മാധ്യമ റിപ്പോർട്ടുകൾ അവിടെ ക്വാറികളുണ്ട്, കരിങ്കൽ ക്വാറികൾ ഉള്ളതുകൊണ്ട് അത് കാരണമാണ് ദുരന്തമുണ്ടായത് എന്ന് പറയും. അവിടെ ഒന്നും ഇല്ലല്ലോ, ഒരു ക്വാറികളും ഇല്ലല്ലോ. മുണ്ടക്കൈ പട്ടണവും ചൂരൽമലയെല്ലാം ഒലിച്ചു പോയത് വനത്തിൽ നിന്ന് ഉരുൾപൊട്ടലുണ്ടായിട്ട് വെള്ളം ഒലിച്ചു വന്നിട്ടാണ്. വനത്തിൽ ക്വാറിയുണ്ടോ? എന്തേ ശാസ്ത്രജ്ഞരെ ചർച്ച ചെയ്യാൻ തയ്യാറാണോ? വൈകിട്ട് കോട്ടിട്ട മാധ്യമ ജഡ്ജിമാര് വന്നിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? അല്ലെ, സർക്കാരിന്റെ നടപടികൾ മൂലമാണ് ഈ ദുരന്തമുണ്ടായത്. പിണറായി സർക്കാരിനെ അന്ധമായിട്ടൊന്നും ഞങ്ങൾ ന്യായീകരിക്കാൻ തോന്നുന്നില്ല. പക്ഷെ ഈ സംഭവത്തിൽ മാധ്യമ റിപ്പോർട്ടിങ്, മറ്റു കാര്യങ്ങൾ ചില മാധ്യമങ്ങൾ മര്യാദയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ദുരന്തമുണ്ടായി എന്നുള്ളത് എന്താ ചർച്ച ചെയ്യാത്തത്? ഇത് കേരളം മാത്രമല്ല, ലോകം മുഴുവനുള്ള പ്രശ്നമാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആഗോള താപനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അന്റാർട്ടിക്കയിലെ മഞ്ഞുമലകൾ ഉരുകുന്നു, കടൽനിരപ്പ് ഉയരുന്നു, അതിതീവ്ര മഴ ലോകത്തെല്ലാം പെയ്യുന്നു, കേരളത്തിലും പെയ്യുന്നു. ഇതിനൊക്കെ പിണറായി വിജയൻ ഉത്തരം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊരു ന്യായീകരണമാണത്? ഇപ്പൊ വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യണ്ടേ? ഒരു ബ്ലെയിം ഗെയിം കളിക്കുകയാണോ വേണ്ടത്? ഒരു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണോ ചെയ്യേണ്ടത്? അവിടെ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും സൈന്യവും ഒക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഈ ദുരന്തം ഉണ്ടായത് എന്തുകൊണ്ടാണ്, എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ലോകം മുഴുവനുള്ള പ്രശ്നമാണിത്. അത് നമ്മൾ പഠിക്കണ്ടേ? അല്ലാതെ ബ്ലെയിം ഗെയിം കളിച്ചിട്ട് കാര്യമുണ്ടോ? ഈ ഗെയിം കളിച്ചു ആര്? അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞ വാചകം എന്താണ്? കേരളത്തിന് പലതവണ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. എന്ത് മുന്നറിയിപ്പാ കൊടുത്തത്? ഒരു റെഡ് അലേർട്ട് പോലും, ഒരു ഓറഞ്ച് അലേർട്ട് പോലും ഈ മേഖലയിൽ ഈ പറയുന്ന കാലാവസ്ഥ വകുപ്പ് കൊടുത്തിട്ടില്ല, ഈ വിദഗ്ധർ കൊടുത്തിട്ടില്ല. ഈ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് ഒരു യെല്ലോ അലേർട്ട് പോലും കിട്ടിയിട്ടില്ല. ഒരാഴ്ചയായിട്ട്, ദുരന്തം ഉണ്ടാകുന്നതിന്റെ ഒരാഴ്ചക്കുള്ളിൽ ഒരു റെഡ് അലേർട്ടും ഉണ്ടായിട്ടില്ല. ഇത് ദുരന്തം ഉരുൾപൊട്ടി എത്രയോ ജീവനുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഉടനെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കാലാവസ്ഥാ വകുപ്പ്. പിണറായി വിജയൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എന്താ അതിനകത്ത് സത്യവിരുദ്ധമായിട്ടുള്ളത്? അമിത്ഷാ ഈ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയല്ലേ പാർലമെന്റിൽ നടത്തിയത്? അപ്പൊ നമ്മുടെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് എന്തിനാ അവിടെ ഇരിക്കുന്നത്? അവര് പറയുന്ന കേട്ടിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി വന്ന് പാർലമെന്റിൽ പ്രസംഗിക്കേണ്ട കാര്യം എന്താണ്? റെഡ് അലേർട്ട് ആണെങ്കിൽ അതിന് നമ്മൾ മുൻകൈ എടുക്കും, ഒരു ഭരണകൂടം, അത് കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ ഇതിനു മുമ്പേ അങ്ങോട്ട് അപേക്ഷിച്ചിട്ട് ക്ഷണിച്ചു വരുത്തിയെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ ദുരന്തമൊക്കെ ഉണ്ടാകുന്നതിന് ഒരു 10 ദിവസം മുമ്പ് തന്നെ കേന്ദ്രത്തിന്റെ സേനയെ അയക്കണം, മഴക്കാലമാണ്, ഇവിടെ കേരളത്തിന് സംരക്ഷണമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേഖാമൂലം അറിയിച്ചിട്ട് അവിടുന്ന് സേനയെ ഇങ്ങോട്ട് എത്തിച്ചു. നമ്മുടെ കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങൾ എത്രയോ പരാജയമാണെന്ന് തെളിയിച്ചതാണ് വയനാട് ദുരന്തം. ഒരു ദുരന്തം ഉണ്ടായാൽ എന്താ വേണ്ടത്? അടുത്ത കാര്യങ്ങൾ ചെയ്യുക.
ജീവൻ രക്ഷിക്കേണ്ടത് രക്ഷിക്കുക, മരിച്ചവരെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് അവരുടെ സംസ്കാരം നടത്തുക. ഇതൊക്കെയാണ് ഒരു സർക്കാരിന് ചെയ്യാവുന്നത്. ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാത്ത ഈ കേന്ദ്ര സർക്കാരും ഈ കാലാവസ്ഥാ വകുപ്പും അല്ല ഉത്തരം പറയേണ്ടത്. ഒരു സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? പരിമിതിയുണ്ട്. കാലാവസ്ഥ വകുപ്പ് ആരുടെ കീഴിലാണ്? സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണോ? കേന്ദ്ര സർക്കാരിന്റെ കീഴിലല്ലേ? അപ്പോൾ മൺസൂൺ വന്നു, മഴക്കാലമായി. അപ്പോൾ മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? വയനാട്ടിൽ ഇങ്ങനെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്, അത് അവിടെ യെല്ലോ അല്ലെ റെഡ് അലേർട്ട് അവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്ന് ആരുടെ ഉത്തരവാദിത്തമാണ്? അത് ഈ രാജ്യത്തെ കാലാവസ്ഥാ വകുപ്പിന്റെ ഉത്തരവാദിത്തമല്ലേ? ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് കേരള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ദേശീയ ദുരന്തമല്ലേ ഇത്? 300-ലധികം ജീവൻ ഇപ്പൊ തന്നെ പൊലിഞ്ഞിരിക്കുന്നു. 300-ലധികം പേര് മരിച്ചു. ആയിരക്കണക്കിന് പേര് കൈയും കാലും എല്ലാം ഒടിഞ്ഞ ആശുപത്രിയിലാണ്. ഇനിയും കണ്ടെടുക്കാൻ മൃതദേഹങ്ങളും ബാക്കി. മരണസംഖ്യ ഇനിയും ഉയരും. ഇതിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ കേരളം ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചോ? എന്താ പ്രഖ്യാപിക്കാത്തത്? ഒറ്റ കാരണമേ ഉള്ളൂ, ആ കേരളം ഭരിക്കുന്നത് LDF ആണല്ലോ, പിണറായി വിജയനാണല്ലോ. ഇപ്പൊ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ ഇതിനകം എപ്പോഴേ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കായിരുന്നല്ലോ. ഗുജറാത്തിൽ പണ്ട് ചെയ്തതുപോലെ അവിടുത്തെ ഭൂമി കുലുക്കം, അതുപോലെ മറ്റു ദുരന്തങ്ങൾ. അപ്പൊ കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയുണ്ടല്ലോ, ഈ ഒരു ദുരന്തത്തിൽ പോലും കാണിച്ച മനുഷ്യത്വരഹിതമായ രീതി. എന്നിട്ട് അതിനെ പാർലമെന്റിൽ കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യായീകരിക്കുകയാണ്. ഇതിനകം തന്നെ ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇതിലെ ഇരകൾക്ക്, മരിച്ചവരുടെ കുടുംബത്തിനും ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ എത്രയോ സഹായം അധികമായിട്ട് കിട്ടും. എന്താ പ്രഖ്യാപിക്കാത്തത്? ഇതൊരു വലിയ ദുരന്തമല്ലേ? എന്നിട്ട് ന്യായം പറയുക പാർലമെന്റിൽ വന്നിട്ട്, മുന്നറിയിപ്പ് കൊടുത്തു. സത്യവിരുദ്ധമായ കാര്യങ്ങൾ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി വന്ന് പാർലമെന്റിൽ പറയുകയാണ്. സത്യവിരുദ്ധമായ കാര്യങ്ങൾ. ദുരന്തം ഉണ്ടായി, 100 കണക്കിന് ആൾക്കാർ മരിച്ചപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ഗംഭീരം. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ വിഷയങ്ങളല്ലേ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യേണ്ടത്? ഈ വിഷയങ്ങളല്ലേ? യഥാർത്ഥ പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതാണ് സത്യം.